ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സാരിയിലൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്യാൻ പോകുന്നത്. കസൂത്തി വർക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ആദ്യമായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതാണ് ആ വർക്ക്. ഞാൻ സാരിയുടെ ബോർഡറിൽ ഫുള്ളും ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രാഫ് പേപ്പറിൽ ഇതുപോലെ ഡിസൈൻ വരച്ചിട്ടാണ് ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്ത് ഇത് നമ്മൾ സാരിയിൽ ഡിസൈൻ ചെയ്തെടുത്തേക്കുവാണ്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ആദ്യമേ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ ഒന്നട വിട്ടുള്ള ലൈനുകളിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ സാരിയുടെ ബോർഡർ ഫുള്ളും ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉടുക്കുമ്പോൾ കാണുന്ന ആ വശം മൊത്തം ചെയ്തിട്ടുണ്ട്. മുന്താണിയുടെ ആ താഴത്തെ പോർഷനിൽ അവിടെയും നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി വർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ സാരിയിൽ ഏകദേശം ഒരു 47 ഡിസൈനാണ് ഇത് ഫുള്ളും ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഇത് വരുന്നുണ്ട്. അതുപോലെ മുന്താണിയുടെ ആ അറ്റത്ത് ടോട്ടൽ 47 ഡിസൈനാണ് വരുന്നത്. വേണമെങ്കിൽ നമ്മൾ ഉടുക്കുമ്പോൾ കാണുന്ന ഈ മോൾ വശത്ത് ചെസ്റ്റിൻ്റെ പോർഷനിൽ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാൻ. ഞാനത് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ലൈൻ ഫുള്ള് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ വരച്ചേക്കുന്ന ആ ലൈനിൽ തന്നെ കറക്റ്റായിട്ട് കുത്തണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് റിവേഴ്സായിട്ട് ഇത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോകാം. നേരത്തെ കുത്തിയ ആ പൊസിഷനിൽ തന്നെ കുത്തണം. വേറെ ലൈനിൽ കുത്തരുത്. നേരത്തെ സ്റ്റിച്ച് ചെയ്തേക്കുന്ന അവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ ആയിരിക്കും ഡിസൈൻ വരുന്നത്. ഇതുപോലെ നമുക്ക് ആ ഡിസൈൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ആദ്യമായിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കും ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഞാനിവിടെ ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. നാല് സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ നൂല്. അതിത്തിരി എംബോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ 4 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തേക്കുന്നത്. ആദ്യമേ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ അതിൻ്റെ കോളങ്ങളിൽ ഇതുപോലെ എണ്ണി വരച്ചതിന് ശേഷം യെല്ലോ ട്രേസിംഗ് പേപ്പറോ ബ്ലാക്ക് ട്രേസിംഗ് പേപ്പറോ യൂസ് ചെയ്ത് സാരിയിൽ ഡിസൈൻ ചെയ്യാം. നമ്മൾ യെല്ലോ യൂസ് ചെയ്താൽ ഇതിൽ കളർ കിട്ടില്ല. അത് കാരണമാണ് ഞാൻ ബ്ലാക്ക് ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് ട്രേസ് ചെയ്തെടുത്തേക്കുന്നത്. ഓരോ കളറിനനുസരിച്ച് നോക്കിയിട്ട് വേണം. യെല്ലോ ട്രേസിംഗ് പേപ്പർ എടുത്താൽ തെളിഞ്ഞ് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ഈ സാരിക്ക് ബ്ലാക്കാണ് ചേരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ട്രേസിംഗ് പേപ്പർ എടുത്ത്
വരച്ചേക്കുന്നത്. നമ്മൾ ഇത് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ആ സെൻറ്ററിലുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഇതുപോലെ ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് നൂല് വലിച്ച് ചെയ്യണം, ഇടയ്ക്ക് ലൂസാകരുത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. വൈ ഷേപ്പിലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഈ പോർഷനിലും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ രണ്ട് ഡിസൈനും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാരിയൊക്കെ ആകുമ്പോൾ റിങ് ഒത്തിരി ടൈറ്റായിട്ട് ഇടേണ്ട, അകത്തെ പാട് വന്ന് വീഴും, ചിലത് കീറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ലൂസായിട്ടാണ് സാരി ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. അല്ല എങ്കിൽ സാരിയിൽ ഇങ്ങനെ ആ റിങ്ങിൻ്റെ റൗണ്ട്, ആ വട്ടം അതുപോലെ ഇങ്ങനെ പിഞ്ചി പോകുന്ന പോലെ വരും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട, സാരിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. ഇതുപോലെ നമ്മൾ ആ ഗ്രീൻ ഷേപ്പ് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ചെയ്ത ഈ ഗ്രീനിൻ്റെ ഈ പോർഷനിൽ നമുക്ക് റെഡ് ത്രെഡ് കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആ സ്ക്വയർ ഫുള്ളും നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ആ സ്ക്വയർ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. ആങ്കറിൻ്റെ റെഡ് ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ സ്ക്വയർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാരിയിലും കുർത്തിയിലും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്കാണ് ഇത്. സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. നമുക്ക് ഈ പോർഷനും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഗ്യാപ്പ് വരാത്ത വിധത്തിൽ നമുക്കിതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയൊരു വർക്കാണ്. ഒരു സാരിയൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു 5 ദിവസമൊക്കെ, ഫുൾ ടൈമല്ല, നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമിലാണ് ഞാൻ ഈ വർക്കുകൾ ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 5 ദിവസം കൊണ്ട് ഞാൻ ഈ വർക്ക് ഫുള്ളും ചെയ്ത് തീർന്നു. ആ സാരി ഫുള്ളും ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഈ വശത്തും നമുക്കിത് ഫില്ല് ചെയ്തെടുക്കണം. ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സാരികൾ
ഞാൻ റെഡി ടു സെയിലായിട്ട് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ റോൾ സിൽക്കിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതുപോലെ നാലാമത്തെ ആ സ്ക്വയറും കൂടെ നമുക്കിതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഡിസൈന് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെ ഇരിക്കും. സാരിയുടെ ബോർഡർ ഫുള്ളും നമ്മൾ ഈ വർക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. 3.5 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്നത്. ഇത് സാരിയുടെ മുന്താണിയുടെ താഴത്തെ പോർഷനിലാണ്. അതും ഇതുപോലെ ഫുള്ളും ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്